ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ വൈഗാനിധി വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ? നമ്മുടെ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ അത്തം തുടങ്ങി. അത്തത്തിനുള്ള ആദ്യത്തെ പൂക്കളവും നമ്മളിടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പൂക്കളൊക്കെ ഇട്ടില്ലേ? അമ്മ ചാണകം തേച്ച് പൂവിടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചാണകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല, അതുകൊണ്ട് ചാണകം ഞാൻ കൈകൊണ്ടേ തൊടില്ല. പഴയൊരു കാലത്ത് പൂവിട്ടതാണ് കേട്ടോ അമ്മ പൂവിടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങൾ കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ ചെമ്പരത്തിയൊക്കെ നടുക്കിൽ വെച്ച് 4 പുറം ഇങ്ങനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അമ്മ പഠനത് ചെമ്പരത്തി നടുക്കിൽ വെച്ചു, ചാണകം മെഴുകി 4 പുറുതാ നമ്മളിങ്ങനെ വെള്ളപ്പൂവൊക്കെ വെച്ചു. വെള്ളമന്താരാണ് വെക്കുന്നത്. അതിങ്ങനെ വേഗം വേഗം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ. നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ മുന്നൊക്കെ ഇല, അതുപോലെ തന്നെ കാശിത്തുമ്പ, ഇതൊക്കെ വെച്ച് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് തന്നെയായിട്ട് നമ്മളൊക്കെ പൂവിട്ടുണ്ടായിരുന്നത്. വീട്ടിലമ്മ ഇങ്ങനെ തന്നെയായിരുന്നു പൂവിട്ടുണ്ടായിരുന്നത് മുമ്പൊക്കെ. അങ്ങനെ ഇന്നത്തെ പൂവിടൽ ഇങ്ങനത്തെ കൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെണ്ടുമല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെണ്ടുമല്ലി പൂ കൊണ്ട് അമ്മ പൂവിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം ഏകദേശം റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫുള്ളായിട്ട് അമ്മ തന്നെയാണ് ഇടുന്നത്, ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നലെ ബിനീഷിൻ്റെ അമ്മ കൊണ്ടുവന്ന് തന്നതാണ് ഈ ചെണ്ടുമല്ലി. ഇവിടെ അടുത്തുള്ള ഒരാൾ വളർത്തുന്നതാണ് കേട്ടോ ഈ ചെണ്ടുമല്ലി. അപ്പോൾ ഇന്ന് തന്നതാണ്. അവസാനം ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ പൂക്കളം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പയറുകറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇത് എന്ത് പയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് രാജമ്മ. നമ്മുടെ രാജമ്മ നല്ല ഒരു പർപ്പിൾ കളറ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടുള്ള ഒരു ഉണ്ട പെണ്ണനെയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ രാജമ്മ പയറിനെ കാണാൻ. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു കൗതുകം കൊണ്ട് തന്നെയായിട്ട് നമ്മൾ മേടിച്ചത്. PVKയിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ ഒരു ചന്തം കണ്ടപ്പോൾ ഇത് മേടിക്കാമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട വഴിക്ക് തന്നെ ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ വെള്ളത്തിലിട്ട് വെച്ചപ്പോഴല്ലേ നമ്മുടെ രാജമ്മയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത്. രാജമ്മയുടെ ഡ്രസ്സിൻ്റെ കളർ മൊത്തം പോയി ഗൈസ്. മീഷോന്ന് വാങ്ങിയതാ തോന്നുന്നുണ്ട്. രാജമ്മേനെ നമ്മൾ കഴുകി സെറ്റാക്കി രാജമ്മ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാജമ്മയുടെ കളറേ മാറിപ്പോയി. രാജമ്മ വേറെ ഏതോ അമ്മയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളിതാ രാജമ്മേനെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജമ്മയുടെ കളർ കണ്ടില്ലേ കേസ്, വെള്ളത്തിൽ കിടക്കണ വെള്ളത്തിലാണ് കളർ മൊത്തം പിടിച്ചത്. അങ്ങനെ നമ്മുടെ രാജമ്മ പയറും കൂട്ടി ഫുഡ് കഴിക്കാനായി നമ്മുടെ ചാമുട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂട് ആവി പറക്കണ രാജമ്മ പയർ കറിയും അതേപോലെ തന്നെ നമ്മുടെ ചിരട്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ നമ്മുടെ ചാമുട്ടനും റെഡിയാണ്. സംഭവം കാര്യം എന്തൊക്കെ പറഞ്ഞാലും രാജമ്മ പയറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആ ടൈമിലാണ് പച്ചക്കറിക്കാരായിട്ട് വന്നത്. ഇന്ന് അത്തമല്ലേ, കുറച്ച് പച്ചക്കറി അങ്ങോട്ട് വാങ്ങി വയ്ക്കാം നമ്മളും കരുതി. അങ്ങനെ അത്തത്തിൻ്റെ പച്ചക്കറി വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓണം സ്റ്റാർട്ട് ചെയ്തുല്ലോ. ഓണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പച്ചക്കറിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് അല്ലേ. പച്ചക്കറികൾ വീട്ടിലങ്ങോട്ട് നിറഞ്ഞിരിക്കും. എൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി ഉണ്ടെങ്കിലും അമ്മയ്ക്ക് പച്ചക്കറി കണ്ട അപ്പം വാങ്ങണം. അപ്പോൾ അമ്മ ഇറങ്ങിയിട്ടുണ്ട് പച്ചക്കറി വാങ്ങിക്കാനായിട്ട്. ഇന്ന് കുറച്ചേ വാങ്ങുന്നുണ്ടാവുള്ളൂ, കാരണം ഓണം എടുത്തിട്ടില്ലല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ അമ്മ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. ബിനീഷിൻ്റെ അമ്മ എനിക്ക് പച്ചക്കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറി ഇഷ്ടമില്ലാത്തവർക്ക് പച്ചക്കറി കാണുമ്പോൾ ഒരു കൗതുകമാണല്ലേ. കാണാൻ എന്ത് ഭംഗിയാണ്. ചുവപ്പ് കളറിൽ തക്കാളി ഉണ്ട പെണ്ണ് നല്ല സിൽക്ക് സാരിയൊക്കെ എടുത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പച്ചക്കറികളായാലും കേട്ടോ, ഒരു പച്ചയുടെ ഇടയിൽ ചുവപ്പ് കാണുമ്പോൾ പ്രത്യേക വൈബായതുകൊണ്ടാണ് ഞാൻ തക്കാളിയുടെ കാര്യം എടുത്തു പറഞ്ഞത്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പച്ചക്കറി അധികം കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിലും പച്ചക്കറി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിക്കായില്ല, എങ്കിലും വലിയ താല്പര്യം എനിക്ക് പച്ചക്കറിയോടില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പച്ചക്കറി വാങ്ങാൻ നല്ല ഉത്സാഹമാണ് അമ്മയ്ക്ക്. അച്ഛൻ കറി നിൽക്കുന്നുണ്ട്, അച്ഛന് വേണ്ടത് അച്ഛനും പറയല്ലോ. അങ്ങനെ അമ്മയും അച്ഛനും കൂടിയിട്ട് പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 2 പേർക്കും പച്ചക്കറി നന്നായി കഴിക്കേണ്ടതും ഇഷ്ടമാണ്, അവരതുപോലെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അവർക്ക് പച്ചക്കറി 2 പേർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്ക് പച്ചക്കറികളോട് വലിയ താല്പര്യമാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിയിട്ടുണ്ട്. ഇനി ഓണത്തിനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് വാങ്ങിയത് കേട്ടോ. പച്ചക്കറി എത്ര വാങ്ങിയാലും എൻ്റെ അമ്മയ്ക്ക് മതിയാവില്ല. പച്ചക്കറി സ്ഥിരം വാങ്ങിയിട്ട് അമ്മ കഴിക്കാറുള്ളതാണ്. അമ്മയ്ക്കത് ഇഷ്ടമാണ് കേട്ടോ. ഓണം അങ്ങനത്തെ പൂരം അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പച്ചക്കറി വാങ്ങിക്കൂട്ടിയാലും എൻ്റെ അമ്മയ്ക്ക് മതിയാവില്ല. അങ്ങനെയാണ് എല്ലാ അമ്മമാരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ പച്ചക്കറി. കുറച്ചുള്ളി, തക്കാളി, വെളുത്തുള്ളി, പടവലങ്ങ, കോളിഫ്ലവർ അങ്ങനത്തെ കുറച്ച് പച്ചക്കറികൾ.
എടുത്തിട്ടോ നമ്മളൊരു ഇത് വൃത്തിയാക്കാണ് മേശപ്പുറം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് മേശപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കാറ്. മേശപ്പുറം അലമ്പാവാറില്ല അങ്ങനെ കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അത് അലമ്പായിട്ടുണ്ട്. ചവിട്ടൻ ഒക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ചവിട്ടാ വൃത്തിയാക്കാണ് കേട്ടോ. ആളെല്ലാവരും നല്ല വൃത്തിയാക്കാണ്. പനിയൊക്കെ ഒന്ന് മാറിയിട്ട് ഇപ്പോഴാണ് തലയൊക്കെ ഒന്ന് നനച്ചിട്ട് ഇതായി നിൽക്കാണ് കേട്ടോ. വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ആ കലമ്പ കണ്ടില്ലേ ക്ലീൻ ആക്കാനിട്ടുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് കേട്ടോ കൈനോട്ടക്കാരി വന്നത്. കൈനോട്ടക്കാരി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ കൈ ഒന്ന് നോക്കുന്നത്. അമ്മ കൈയൊക്കെ കാണിച്ചു കൊടുത്ത ആൾ നന്നായിട്ട് നോക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. വിശ്വാസം കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെയാണ്, കുറച്ചൊക്കെയല്ല. ജസ്റ്റ് കൗതുകം കൊണ്ട് കൂടിയാണ് കേട്ടോ നമ്മൾ ഈ കൈയൊക്കെ നോക്കുന്നത്. അവർ കൈയൊക്കെ നോക്കി അവരങ്ങനെ മടങ്ങിപ്പോയി. അത്തത്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇട്ട പൂക്കളത്തിൽ കുഞ്ഞൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടോ. ഭംഗിയുള്ളൊരു പൂക്കളായിട്ട് മാറ്റി. ചാരുവിൻ്റെ കുഞ്ഞ് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. സംഭവം അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് അത് എടുക്കാനും പറ്റി കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഓണത്തിൻ്റെ ഡ്രസ്സൊന്നുമല്ല, വെറുതെ ഒരു രസത്തിന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.